ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് ഏകദേശം 443 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 61 പോയിൻറ്റ്, നസ്ഡാക്ക് 231 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഗൾഫ് നിഫ്റ്റി 55 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബുള്ളിഷായിട്ടാണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈമിന് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. പക്ഷേ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു സൈഡ് വേസ് ആണ്. ഒരു ലോങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണ്. കാരണം ഈ ഒരു റേഞ്ചിന് ഉള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഏകദേശം 25,100 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച 25,100 ബ്രേക്കൗട്ട് കിട്ടി ഇതിന് മുകളിലൊരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ട് മിക്കവാറും ഈ ആഴ്ചയിലെങ്കിൽ അടുത്ത ആഴ്ച നെക്സ്റ്റ് ഒരു 7-8 ട്രേഡിംഗ് ഡേയ്ക്കുള്ളിൽ 26,000 മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 25,780 റേഞ്ചാണ്. അതും ബ്രേക്ക് ചെയ്ത് മിക്കവാറും ഒരു 26,000 വരയ്ക്കും ഒരു റാലി നടത്താനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 25,110 ആ ഒരു റേഞ്ചാണ് വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുക. ഇവിടെ നിന്നൊരു മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം തിരിച്ച് വന്നിട്ടായിരിക്കും മിക്കവാറും മുകളിലോട്ടൊരു റാലി നടത്താനുള്ള സാധ്യത കൂടുതൽ. ഒരു 90% 26,000 വരും ദിവസങ്ങളിൽ മിക്കവാറും ജൂൺ ക്ലോസിങ്ങിന് മുന്നേ തന്നെ 26,000 മാർക്കറ്റ് എത്തുവാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് കാരണം ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. ഏകദേശം ഇവിടെ പലവട്ടം സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും ഓൾറെഡി ആ ഒരു സെല്ലിംഗ് പ്രഷർ ഏരിയയിൽ ഡേ ക്യാൻഡിൽ എത്തിയിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇത് ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും ഡേ ക്യാൻഡിലൊരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു റേഞ്ചിൽ. അത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സ്റ്റോക്ക് 1,10 കോടിക്ക് ബയ്യിങ് ആയിരുന്നു. അതുപോലെ തന്നെ DISും ബയ്യിങ് ആണ്. ഏകദേശം 9,342 കോടിക്ക്, ഏകദേശം 10,000 കോടിക്ക് മുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ട്രോങ് ബയ്യിങ് സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. ബാക്കി ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 1.48 ലാക്ക് ക്വാണ്ടിറ്റി ഈക്വൽ ആണ്. 1.48ഉം 1.42 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ബയ്യിങ് ആണ്. പ്രോ കോൾ ഓപ്ഷൻ 1.74 ലാക്ക് ക്വാണ്ടിറ്റി ബയ്യിങ് ആണ്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും 17,880 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബയ്യിങ് ആണ്. ക്ലൈൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് 3.22 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ 1.7 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. FIS ഫ്യൂച്ചേഴ്സ് സെല്ലിങ്ങിൽ നിന്ന് സ്ട്രോങ് സെല്ലിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ചെറുതായിട്ട് അവരുടെ പൊസിഷൻ കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5-ാം തീയതി 1.7 ലാക്ക് ക്വാണ്ടിറ്റി ആയിരുന്നത് ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും 92,730 വന്നു. പ്രോയും ഏകദേശം സെല്ലിംഗ് തന്നെയാണ്. ക്ലൈൻറ്റ് മിക്കവാറും ബയ്യിങ്
ബൈയിങ് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് മിക്കവാറും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ ക്ലോസിങ്ങിന് മുന്നേ മിക്കവാറും ഒരു 26,000 എത്താനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ട് വീക്കിലി, ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് ഈ ഒരു ചാർട്ട് ഉള്ളത്. വീക്കിലി സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒക്ടോബർ 7, 8, 7 പിന്നെ 14 ആ ആഴ്ചകളിലുണ്ടായിട്ടുള്ള ഒരു ബേസ് ക്യാൻഡിലിൻ്റെ, അതായത് ഒരു ഡ്രോപ്പ് ബേസ് വന്നിട്ടുള്ള ആ ഒരു സോണിലാണ് മാർക്കറ്റ് ഏകദേശം ഡിസംബർ 2nd വീക്ക് റിജക്ഷൻ വന്നു. ഇപ്പോഴും കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ആ ഒരു സോണിലാണ് മാർക്കറ്റ് റിജക്ഷൻ വന്ന് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൃത്യമായിട്ട് 2 ബേസ് ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ വന്നു, അവിടെ നിന്ന് റിജക്ഷൻ വന്നു. ഇവിടെയും മാർക്കറ്റ് മുകളിലോട്ട് കയറിയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച വീണ്ടും അവിടെ ഒരു റിജക്ഷൻ വന്നു. സെല്ലിംഗ് പ്രഷർ അവിടെ വന്നിട്ടുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു സോണ് പിഎസ്ഡ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഒരു ബേസ് ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ ഇവിടെ ഒരു ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഡേ ക്യാൻഡിലിൻ്റെ ഒരു സപ്ലൈ സോണാണ്. സപ്ലൈ സോണിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രോ ഗ്യാപ്പ് തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഗ്യാപ്പിന് മുകളിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് മുന്നേ തന്നെ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഡേ ക്യാൻഡിലിൻ്റെ ഏരിയയിലാണ്. അപ്പം കൃത്യമായിട്ട് നോക്കുക. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഈ ഒരു പ്രോ ഗ്യാപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു റിജക്ഷൻ മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സോണ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീക്ക്ലി സോണ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഡേ സോണും ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 26,000 മാർക്കറ്റ് എത്തും. ഏകദേശം ഇതിൻ്റെ ഹൈ വരുന്നതെന്ന് പറയുന്നത് 25,900 അത് തന്നെയാണ്. അപ്പം 26,000 തന്നെയായിരിക്കും മിക്കവാറും അടുത്തൊരു മാർക്കറ്റിൽ റിജക്ഷൻ വരാൻ സാധ്യത ഉള്ളത്. അതായത് ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും പിന്നെ ഈ ഒരു പ്രോ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള സപ്ലൈ സോണിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ 26,000 സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് 26,000 വരയ്ക്കും കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിന്നൊരു സ്ട്രോങ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത് ലോവർ ടൈമിലോട്ട് വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 15 മിനിറ്റിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നോക്കുക. ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു ഇല്ലേ. വെള്ളിയാഴ്ച മാർക്കറ്റ് മുകളിലോട്ട് കയറി, ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, തിരിച്ച് കയറാൻ ശ്രമിച്ചു, അവിടെ വീണ്ടും സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഈ ഏരിയ നമ്മൾ ബാക്കിലോട്ടൊന്ന് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഏരിയയിലൊക്കെ ഇവിടെയൊക്കെ ഈ ഒരു സോണിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഇവിടെ സെല്ലിംഗ് വന്നിട്ടുണ്ട്, ഇവിടെ സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഈ ഏരിയയൊക്കെ ഫുള്ള് സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതാണ് മാർക്കറ്റ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള കാരണം. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വന്നാലും ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് കയറുന്ന സമയത്ത്
ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ഈ ഒരു ഏരിയയിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. സെല്ലിംഗ് പ്രഷർ വന്നിട്ട് പിന്നെ തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച്, അതായത് മെനഞ്ഞാന്നത്തെ വെള്ളിയാഴ്ചത്തെ റേഞ്ച് മിക്കവാറും ബ്രേക്കൗട്ട് കിട്ടി മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ നമുക്ക് എവിടം വരെ പോകണം? വീക്കിലി സോണിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇവിടെ ഒരു ലോവർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. 15 മിനിറ്റ്സിൻ്റെ സോണിലൊക്കെയാണ് ഇവിടെ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. പക്ഷേ വീക്കിലി സോണിൻ്റെ റിജക്ഷൻ വരാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീക്കിലി സോണിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 25,225 റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ലോവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,200, 150 മുകളിൽ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. 200 വരയ്ക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ ഈ ഒരു ചാർട്ട് വെള്ളിയാഴ്ചത്തെ ചാർട്ടാണ്. കൃത്യമായിട്ട് അന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഈ ഒരു പാറ്റേൺ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരേക്കായിരുന്നു അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇതിന് മുകളിൽ ഈ ഒരു നെക്ക് ലൈനിന് താഴെ, അതായത് ഈ സോൺ ഞാൻ അന്ന് വരച്ചു തന്നിട്ട് പറഞ്ഞാണ് 24,672, 24,687. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം ഏകദേശം ഒരു 180 പോയിൻറ്റോളം താഴോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കണം? ഈ ഒരു നെക്ക് ലൈൻ വരുന്ന ഈ ഒരു സോണ് 24,672, 24,687 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ഒരു പാറ്റേൺ വർക്കാകത്തുള്ളൂ, മാർക്കറ്റ് താഴോട്ട് പോകത്തുള്ളൂ. പക്ഷേ നെക്ക് ലൈനിൽ നിന്ന് 2 പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയത്. അന്നത്തെ തമ്പനയിലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25K, ഏകദേശം 25Kക്ക് തൊട്ട് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഈ ഒരു ലെവൽ അന്ന് ഞാൻ ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ തന്ന ലെവലാണ്, ഞാനത് കളയുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ചെറിയൊരു ഫ്ലാറ്റോ ഒരു ഗ്യാപ്പപ്പിലോ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 25,050, 25,033. ഇതിന് മുകളിലാണ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. CPRലോട്ട് വരാൻ സാധ്യതയില്ല. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിംഗ് നോക്കണം. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിങ് ഈ ഒരു ലെവലിന് താഴെയാണെന്നുണ്ടെങ്കിൽ 24,880, 24,904 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ അപ്പുറത്തെ ചാർട്ടിൽ പറഞ്ഞതുപോലെ, ഹയർ ടൈം ഫ്രെയിമിൽ പറഞ്ഞതുപോലെ, മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ട് 900 റേഞ്ചിൽ നിന്നായിരിക്കും സപ്പോർട്ട് എടുക്കുക. അതായത് ഈ ഒരു ഏരിയയിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ നേരെ താഴോട്ട് തള്ളിവിടും. പക്ഷേ 24,880, 24,904, അതായത് ഈ ഒരു സോണിൽ നിന്ന് CPRനുള്ളിൽ വരുന്ന സോണാണ്. വൈഡ് CPR ആണ്. CPRനുള്ളിൽ വരുന്ന ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റിനൊരു പുൾ ബാക്ക് കിട്ടും. പുൾ ബാക്ക് കിട്ടിയിട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടിയാൽ, അതായത് ഇവിടെ ഒരു റിജക്ഷൻ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസിങ് വരികയും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അറ്റംപ്റ്റിൽ ഈ ഒരു സോൺ ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 25,033, 25,010. അപ്പം ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാം. ഇത് ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് മിക്കവാറും ബുള്ളിഷാവും. ഈ ഒരു റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ ബുള്ളിഷാവും. ഇൻട്രാഡേക്കാണ് പറയുന്നത് 25,100, 25,130 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് 25,028, 25,258. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിലും ഓപ്പൺ ഇൻട്രസ്റ്റിലും. അപ്പോൾ ഇതിന് തൊട്ട് താഴെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 24,900 മിക്കവാറും
24,900 25,000 സ്ട്രോങ് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും 25,900 വരയ്ക്കും മിക്കവാറും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,500 അപ്പോൾ മാർക്കറ്റ് മിക്കവാറും ഒരു ബുള്ളിഷിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് ഫുള്ള് സപ്പോർട്ടാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ എല്ലാ സ്ട്രൈക്കിലും സ്ട്രോങ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴോട്ടെല്ലാം സപ്പോർട്ട് എടുക്കാനും സാധ്യതയുണ്ട് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ചയിൽ മിക്കവാറും ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്? ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം 25,114 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ മാത്രം ഒരു റീട്രേസ്മെൻറ്റിന് വീണ്ടും താഴോട്ട് വന്നിട്ട് ബുള്ളിഷ് ആവാൻ സാധ്യതയുണ്ട്. അല്ല തിങ്കളാഴ്ച ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫയേഴ്സിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് നിങ്ങളുടെ ID മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് പേഴ്സണൽ മെസ്സേജിൽ അയയ്ക്കുക. 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.